സമരതീക്ഷ്ണമായ ഓർമ്മകൾ പങ്കിട്ട പൂർവ്വകാല നേതൃസംഗമം വിമൻ ബസുവും പ്രകാശ് കാരാട്ടും MA ബേബിയും SFI പ്രവർത്തനാനുഭവങ്ങൾ പങ്കുവച്ചു. SFI രൂപീകൃതമായ 1970 മുതൽ ദേശീയ തലത്തിൽ നേതൃനിരയിലുണ്ടായവരാണ് അഖിലേന്ത്യാ സമ്മേളന വേദിയിൽ ഒത്തുകൂടിയത്. SFIയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയും മുതിർന്ന CPM നേതാവുമായ വിമൻ ബസു ആദ്യകാല ഓർമ്മകൾ പങ്കുവച്ചു. SFI was born in the land of Kerala, and during that point of time there was the country's economic condition, the position of the fighting people were surging ahead, but to stop that the lot of problem took place. SFI രൂപീകൃതമായപ്പോൾ ആദ്യം അനുഭവിക്കേണ്ടി വന്നത് അടിയന്തരാവസ്ഥയാണെന്ന് പ്രകാശ് കാരാട്ട് ഓർത്തെടുത്തു. The emergency was declared. As you all know, this was the first major onslaught against our democratic system, against the fundamental rights given to us under the Constitution. And the Indira Gandhi regime targeted the entire opposition. അടിയന്തരാവസ്ഥ കാലത്തെ ഭരണകൂട ഭീകരതയെ പ്രതിരോധിച്ചാണ് SFI വളർന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. So we used to, when we speak in Malayalam, we would say, what is the meaning of Adiyantharavastha? It is blow, authoritarian blow on democracy, authoritarian blow on those who violate and question emergency. So the democratic credentials of Students' Federation of India is beyond doubt and questionable. A. വിജയരാഘവൻ, നിലോത്പൽ ബസു, വെങ്കടേശ്വര റാവു, KN ബാലഗോപാൽ, P. കൃഷ്ണപ്രസാദ്, അരുൺകുമാർ, KK രാഗേഷ്, PK ബിജു, V. ശിവദാസൻ, വിക്രം സിംഗ് തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കിട്ടു. പുതിയ SFI പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനത്തെയും അഭിനന്ദിച്ചാണ് നേതാക്കൾ വാക്കുകൾ അവസാനിപ്പിച്ചത്. ദേശീയതലത്തിൽ SFIയെ നയിച്ച നേതാക്കളുടെ അനുഭവങ്ങൾ മുദ്രാവാക്യം വിളികളോടെയാണ് പുതിയ തലമുറ ഏറ്റെടുത്തത്. ശരണ്യ പൊയ്യേരി, കൈരളി ന്യൂസ്, കോഴിക്കോട്.